ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അബാൻഡൻ സിറ്റിയിലോട്ട് പോയാലോ? എന്നത്തെയും പോലെ ഇന്ന് ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റായി. ഇതാണ് ഖടക്വാസ്ല ഡാം. യാത്രയുടെ ക്ഷീണം ഒന്ന് മാറ്റാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ പിന്നെ ഒരു ചായയും കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇന്നത്തെ ഞങ്ങളുടെ ട്രാവലിംഗ് പാർട്ട്നേഴ്സ് വാമിക്കുട്ടിയും ഫാമിലിയുമാണ്. പുള്ളിക്കാരി വണ്ടിയിലിരുന്നൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിപ്പോൾ എണീറ്റ് വരുന്നതേ ഉള്ളൂ. ഡെയിനോ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് നിന്നൊരു ഡാം കാണുന്നത്. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നേ. നമ്മൾ പോകുന്ന ലവാസ എന്ന് പറയുന്ന സിറ്റിയിലോട്ട്. ഇടയ്ക്ക് നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ പുറത്തിറങ്ങി ഇച്ചിരി നേരം കാറ്റൊക്കെ കൊണ്ട് നിൽക്കും. മഴയെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ പച്ചപ്പൊക്കെ കുറഞ്ഞു തുടങ്ങിയായിരുന്നു. അത് കണ്ടോ, ഈജിപ്ഷ്യൻ പിരമിഡ് പോലെ തോന്നിക്കുന്ന മലകൾ. അങ്ങനെ ഞങ്ങൾ ലവാസ സിറ്റിയിലോട്ട് കടന്നു. ഇതൊരു ഇൻകംപ്ലീറ്റ് സിറ്റിയാണ്. ഈ കാണുന്ന ബിൽഡിങ്സിൻ്റെ ഒന്നും പണി തീർന്നിട്ടില്ല. എല്ലാം പകുതി വഴിക്ക് വെച്ച് നിർത്തിയതാണ്. ആക്ച്വലി ലവാസ എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു പ്രൈവറ്റ് സിറ്റി ആയിരുന്നു. അതും ഇറ്റാലിയൻ മോഡലിൽ നിർമ്മിക്കുന്നത്. ഈ സിറ്റി എന്ന് പറയുന്നത് 100 കിലോമീറ്റർ സ്ക്വയറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്ലാനിംഗ് ആയിരുന്നു. ഈ സിറ്റിയുടെ പണി തുടക്കം തൊട്ടേ പ്രശ്നത്തിലായിരുന്നു. അതായത് പരിസ്ഥിതിക്ക് ദോഷമാണ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞും, അതേപോലെ തന്നെ വായ്പ എടുത്തിട്ടുള്ള കടങ്ങളും അഴിമതിയും എല്ലാം കൊണ്ട് ഇതിൻ്റെ തുടക്കം തൊട്ടേ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ 2010 അവസാനമൊക്കെ ആയപ്പോഴേക്കും പരിസ്ഥിതി നിയമ ലംഘനം എന്നും പറഞ്ഞിട്ട് ഈ പദ്ധതി അങ്ങനെ അങ്ങ് നിർത്തി. ഈ ലവാസ ടൗൺഷിപ്പിൻ്റെ അണ്ടറിൽ 3-4 ടൗൺസ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അത് വർക്കിംഗ് ആണെന്നാണ് തോന്നുന്നത്. കാരണം കുറേ സ്റ്റുഡൻസ് ഞങ്ങൾ അതുവഴി പോകുമ്പോൾ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻജിനീയേഴ്സിൻ്റെ നെഞ്ച് തകർന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നമുക്കവിടെ പോയി നിന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോരാൻ പറ്റത്തില്ല. അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സീൻസാണിത് ഫുൾ. ഒക്കെ പണി കഴിഞ്ഞ് ഓരോ കൺസ്ട്രക്ഷൻ സ്റ്റേജിലും എത്രയേറെ എഫേർട്ട്സ് ഇട്ടിട്ട് പണി നടക്കുന്ന സ്ഥലമായിരിക്കണം. അതെല്ലാം പാതി വഴിക്ക് വെച്ച് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അറിയില്ല. ഇനിയിപ്പോൾ പണി കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയുള്ളൊരു ടൗൺഷിപ്പായി മാറിയാണ് ലവാസ എന്ന് പറയുന്നത്. നമുക്ക് നഷ്ടമായത് ഇറ്റാലിയൻ മോഡലൊരു ടൗൺഷിപ്പും, അതും ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ വളരെയേറെ ചാൻസ് കൂടുതലുള്ളൊരു ടൗൺഷിപ്പ്. നഷ്ടം നമുക്ക് മാത്രം. ഒരു ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ബിൽഡിങ്സുകളാണിത്. ATMും കോളേജും അവരുടെ റെസിഡൻസിന് താമസിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർ വന്ന് കണ്ട് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോകാനുള്ളൊരു സ്ഥലം മാത്രം. നമുക്ക് പിന്നെ എവിടെ ചെന്നാലും ഫോട്ടോ എടുപ്പ് തന്നെ മുഖ്യം. പണി ഭംഗിയായി തീർന്നിരുന്നെങ്കിൽ 2 ലക്ഷത്തിലേറെ പോപ്പുലേഷൻ ഉണ്ടാവേണ്ട സ്ഥലത്താണ് ആരുമില്ലാതെ പ്രേതാലയം പോലെ കിടക്കുന്ന ഈ വിജന സ്ഥലമായി മാറിയത്. പൂനെയിൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ശാന്തവും സുന്ദരമായ ഒരു സ്ഥലം വേറെ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് കാം ആൻഡ് ക്വയറ്റായിരുന്നു. ഡെയ്നോനും ഇഷ്ടംപോലെ സമയം കിട്ടിക്കളിക്കാൻ. കാരണം ഒരു റഷും ഇല്ല, തിരക്കില്ല, ഒന്നുമില്ല. ഇഷ്ടംപോലെ സ്ഥലവും ഓടിക്കളിക്കാൻ. ഈ പ്ലേസ് ഇപ്പോൾ കേരളത്തിലായിരുന്നെങ്കിൽ ഇവിടെ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കായിരുന്നേനെ. അത്രയ്ക്ക് ഭംഗിയുണ്ട് ഓരോ സ്ഥലവും. കാര്യം കുറേ ദൂരം നടന്ന് കാണാനുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ എവിടെയൊക്കെയായി നടന്ന് ഫോട്ടോ എടുത്ത് കുഞ്ഞ് കളിക്കുന്നതും കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. വെയിലിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തിരിച്ച് പോകണമെന്ന് വിചാരിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ 1 മണിക്കൂറിൻ്റെയും 2 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നവരെ സമ്മതിക്കണം. എന്തൊക്കെ പറഞ്ഞാൽ 2 മണിക്കൂറൊന്ന് റെക്കോർഡ് ചെയ്ത് തീർക്കുക. കാണുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങളെയും കൂടെ കാണിക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ റെക്കോർഡിങ് ഓർക്കുമ്പോഴാണ് സങ്കടം. ഈ വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അതിൽ കൂടെ പാസ് ചെയ്യുന്നുള്ളൂ. അതും അവിടുത്തെ ഉള്ള കോളേജിലെ കുട്ടികൾ. ഇവിടെ ഞങ്ങൾ ശ്രദ്ധിക്കാനിടയായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുടെ ഡ്രസ്സിങ് രീതിയാണ്. പൂനെ പോലൊരു നഗരത്തിൻ്റെ ഭാഗമായ ഈ സിറ്റിയിൽ അവരുടെ ഡ്രസ്സിങ് രീതി നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അത്രയും ഡീസൻറ്റ് ഡ്രസ്സിങ്ങിലായിരുന്നു അവിടെ പോകുന്ന ഓരോ സ്റ്റുഡൻസും. കാര്യം കോളേജിലെ കുട്ടികളാണെങ്കിൽ പോലും. വെയിൽ ഫോണിലോട്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും ക്ലാരിറ്റി ഉണ്ട് വീഡിയോയ്ക്കെന്നുള്ള കാര്യം ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. ഇതേ കാണുന്നത് ഒരു കൺവെൻഷൻ സെൻ്ററാണ്. പണി പൂർത്തിയാകാത്ത പകുതി പണിയിൽ നിർത്തി വെച്ചിരിക്കുന്ന ഒരു കൺവെൻഷൻ സെൻറ്റർ. പിന്നെ എവിടെ നിന്ന് തിരിക്കാൻ സമയമായി. ഒരു ചായയും ബൺമസ്കയും കഴിച്ചിട്ട് തിരിച്ചുള്ള യാത്ര ഞങ്ങൾ തുടർന്നു. കുഞ്ഞിലെ നമ്മൾ വരയ്ക്കുന്നത് പോലെ തന്നെ മലകളും അതിൻ്റെ മേളിലൊരു സൂര്യനും. ഇതായിരുന്നു പെർഫെക്റ്റ് സൂര്യാസ്തമയം. ഈ കാണുന്നതാണ് ലവാസയിലോട്ടുള്ള കവാടം. അങ്ങനെ ഞങ്ങൾ ലവാസയോട് ബൈ ബൈ പറഞ്ഞിറങ്ങി. ഈ കാണുന്നത് ആ ഡാമിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ വരയ്ക്കുന്ന പോലെ 2 മലയും അതിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന പുഴയും. ഡാമിൻ്റെ താഴത്തൂടെ വന്നപ്പോൾ ചെറിയൊരു പേടിയുണ്ട്. കാരണം അതിൽ നിന്നൊരു ചെറിയ ലീക്കേജ് ഉണ്ട്. എപ്പോഴാണോ പൊട്ടുന്നത്. തിരിച്ച് പോകുന്ന വഴി ഞങ്ങൾ കണ്ടതാ കാട്ടുതീയാണെന്ന് തോന്നുന്നു. അത് ഞങ്ങൾ അങ്ങ് എത്തുന്നത് വരെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പൂനെ നഗരത്തിൻ്റെ തിരക്കിലോട്ട് കടന്നു. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചു. നമുക്കിനി അടുത്ത ട്രാവൽ ബ്ലോഗുമായിട്ട് പിന്നെ കാണാം.